ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നിമിഷം ദൈവവചന ധ്യാനത്തിനായിട്ട് എടുത്ത വേദഭാഗം വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ധരിച്ച നിലയങ്കിയോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രിയിൽ തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരികയാണ്. കർത്താവ് ധരിച്ച നിലയങ്കി, അതിൻ്റെ അർത്ഥം തന്നെ കഴുത്ത് മുതൽ പാദം വരെ എത്തുന്ന അങ്കി ആയതുകൊണ്ടാണ് നിലയങ്കി എന്ന് പറയുന്നത്. പഴയ നിയമ പുരോഹിതന്മാർ നിലയങ്കി ധരിച്ചിരുന്നു. അത് അവരുടെ ഔദ്യോഗിക വസ്ത്രമായിരുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അവൻ, അതായത് അഹരോൻ, വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞുനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ട് പഞ്ഞിനൂൽ കൊണ്ടുള്ള നടുക്കെട്ട് കെട്ടി പഞ്ഞിനൂൽ കൊണ്ടുള്ള മുടിയും വയ്ക്കണം. ഇവ വിശുദ്ധ വസ്ത്രം ആകയാൽ അവൻ ദേഹത്തിൽ വെള്ളം കൊണ്ട് കഴുകി ശേഷം അവയെ ധരിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 96-ന്റെ 9-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ. സഭാപ്രസംഗി 9-ന്റെ 8-ൽ നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായി തീരട്ടെ എന്ന തിരുവചനങ്ങൾ കാണുന്നു. അപ്പോൾ ഇവിടെ മഹാപുരോഹിതൻ മറ്റുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ അനുവാദമില്ല. അപ്രകാരവും നാം രാജകീയ പുരോഹിത വർഗമാകയാൽ നാമും ദൈവസ്ഥലിൽ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കണമെന്നൊക്കെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ധരിച്ച വസ്ത്രത്തിൻ്റെ നിറം വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നില്ല. അതോടൊപ്പം തന്നെ യേശു കർത്താവ് ഇവിടെ ധരിച്ചിരുന്ന ആ നിലയങ്കി യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെ കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാം. 1, 2 യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ പൂർണ്ണതയെ കാണിക്കുന്നു. എബ്രായലേഖനം 3-ാം അധ്യായം 1-ൽ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അതേ എബ്രായലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളണം. വേണ്ട എബ്രായർ 7:26 ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയാണ് കാണിക്കുന്നത്. നമ്മുടെ യേശുവിനെ റോമൻ കോടതിയിലും മതക്കോടതിയിലുമായിട്ട് വിസ്തരിച്ചു. വിസ്താരവേളയിൽ ആർക്കും തന്നെ യേശുക്രിസ്തുവിൻ്റെ കുറ്റം കണ്ടുപിടിക്കുവാനായി കഴിഞ്ഞിട്ടില്ല. യേശു കർത്താവ് തന്നെ പറയുകയും ചോദിക്കുന്നു. യോഹന്നാൻ 8:46 നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? യഹൂദന്മാരോട് യേശു ചോദിച്ച ചോദ്യമാണ്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 59-60 വാക്യങ്ങൾ വായിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന് നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു.
കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല. 27 4 വാക്യത്തിൽ യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നിട്ട് പറയുന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. കാരണം യേശു കർത്താവ് ജനിക്കുന്നതിന് ഏകദേശം 500-520 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ സഖറിയാവ് ഇപ്രകാരം പ്രവചിച്ചു, ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവിൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു എന്ന് പ്രവാചകനായ സഖറിയാവ് അവിടെ പ്രവചിക്കുന്ന വേദഭാഗം നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ നിമിഷത്തിൽ പ്രിയമുള്ളവരെ, അതേ ആ 27-54 വാക്യത്തിൽ ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെടുവാനായിടയായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവിനെ വിസ്തരിച്ച പീലാത്തോസ് വെള്ളമെടുത്ത് പുരുഷാരം കാണുക പറഞ്ഞു, കൈ കഴുകി പറയും, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവിനെ മതകോടതിയും റോമൻ കോടതിയും എല്ലാം വിസ്തരിച്ചു. കള്ളസാക്ഷികൾ പലരും കടന്നു വന്നു. യൂദ, പീലാത്തോസ്, ശതാധിപൻ ഇവരെല്ലാവരും കർത്താവായ യേശുക്രിസ്തു നീതിമാനാണ് എന്ന് പ്രഖ്യാപിക്കുവാനിടയായിത്തീർന്നു. ആർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തെറ്റ് കണ്ടുപിടിക്കുവാൻ കഴിയാതെ വണ്ണം എല്ലാവരും പരാജയപ്പെടുവാനിടയായിരുന്നു. കാരണം യേശുക്രിസ്തു വിശുദ്ധിയിൽ പൂർണ്ണനാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ലേവ്യാപുസ്തകം 19 അധ്യായം 2 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. 1 പത്രോസ് 1:16 ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീനെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുവാനിടയായിരുന്നു. അപ്പോൾ ഈ നിമിഷത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ധരിച്ച നിലങ്കി കൊണ്ട് നമുക്ക് ലഭിക്കുന്നതായ ഒരു ആത്മീകമായ പാഠം ഇത്രയേ ഉള്ളൂ. യേശു വിശുദ്ധനായിരിക്കുന്നത് പോലെ യേശുവിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് പലരും ഇവിടെ സാക്ഷ്യം പ്രഖ്യാപിക്കുവാനിടയായത്. അപ്രകാരം നമ്മുടെ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞാനും നിങ്ങളും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ എല്ലായ്പ്പോഴും നാം വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ഏതൊരു നിലയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ വണ്ണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏത് നിലയിലെങ്കിലും ആ കുറവുകൾ കടന്നു വന്നു കഴിഞ്ഞാൽ നെടുമ്പാടെ ദൈവസന്നിധിയിൽ നിലവിളിച്ചുകൊണ്ട് കർത്താവിനോട് പറയാ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ആ തെറ്റിനെ അവിടുന്ന് എന്നോട് സാദരം ക്ഷമിച്ച് അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് നാം കർത്താവിനോട് പറയേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ആകയാൽ നമുക്ക് വേണ്ടി കാൽവരിയിൽ പരമയാഗമായി തീർന്ന നമ്മുടെ നല്ല കർത്താവ് സമ്പൂർണ്ണ വിശുദ്ധനായിരുന്നു. ആകയാൽ ഞാനും നിങ്ങളും വിശുദ്ധരായിരിക്കണമെന്ന് യേശു കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രമേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഇടയായി തീരുള്ളൂ എന്ന് ഈ രാത്രിയിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ധരിച്ച ആ നിലയങ്കി കർത്താവേ, അങ്ങയുടെ പരിപൂർണ വിശുദ്ധിയെ കാണിക്കുകയാണ്. ആകയാൽ അങ്ങയുടെ മക്കളായിരിക്കും ഞങ്ങളും പരിപൂർണ വിശുദ്ധരായിരിക്കാൻ കർത്താവ്
ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നല്ല ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ആമേ ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായിരിക്കാൻ അവിടുന്ന് കൃപ നൽകും. വചനം കേട്ടുകൊണ്ടത് എല്ലാ പ്രിയമുള്ളവരെയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.